65 വർഷമായി ചാലക്കുടി വാൽപ്പാറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് സർവീസ് നിർത്തുകയാണ്. 2 സ്വകാര്യ ബസ്സുകളാണ് റൂട്ടിൽ ഓടുന്നത്. പ്രിയദർശിനി ബസ് സർവീസ് നടത്തുന്ന റൂട്ടിൽ ഡീസൽ അടിക്കാൻ പോലും പണം ലഭിക്കുന്നില്ല എന്ന് ജീവനക്കാർ പറയുന്നു. ഇപ്പോൾ പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഈ 2 വണ്ടിനെ ഞങ്ങളുടെ ആശ്രയിച്ച് ഒരു 10 മണിക്കാരോളം ഉണ്ട്. അവരുടെ കുടുംബം പട്ടിണിയാവും. നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നാളെ ലാസ്റ്റ് സർവീസായിട്ട് ഇവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ അവസാനിക്കും. MS ലിഷോയുടെ വിവരങ്ങളുമായി. ലിഷോ 65 വർഷമായി സർവീസ് നടത്തുന്നു. ആ ദേശത്തിന്റെ ആകെ ചരിത്രവും ആ പ്രദേശത്തിന്റെ വളർച്ചയും അവിടുത്തെ ജീവിതവും ഒക്കെ സ്വാഭാവികമായി ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ടുകൂടിയായിരിക്കുമല്ലോ. അപ്പോൾ വളരെ വൈകാരികമായ അടുപ്പമുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നു. പ്രിയദർശിനി സർവീസ് സൗജന്യ യാത്ര എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒട്ടേറെ പേർക്ക് ആശ്രയമാണ്. പക്ഷേ ഈ ബസ് സർവീസ് നിർത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? 1964 ABT ട്രാവൽസ് ആണ് ഈ റൂട്ടിൽ ആദ്യമായി സർവീസ് ആരംഭിച്ചത്. അന്തർ സംസ്ഥാന പാതയാണ്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയും കടന്ന് വാൽപ്പാറയിലേക്ക് 2 സർവീസാണ് സ്വകാര്യ ബസ് നടത്തുന്നത്. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളും അതുപോലെ തന്നെ യാത്രക്കാരെയും എല്ലാമായി പല സ്റ്റോപ്പുകളിൽ നിർത്തിയുള്ള ഈ ബസിന്റെ ഓട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ ഒരു പാതയിലൂടെയുള്ള അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലൂടെയുള്ള എല്ലാ മാറ്റങ്ങളും കണ്ടറിഞ്ഞ ഒരു ബസ് സർവീസ് കൂടിയാണ്. പിന്നീട് ഇപ്പോൾ 6 വർഷത്തോളമായി ചീനിക്കാസ് ആണ് ഈ റൂട്ടിലൂടെയുള്ള സർവീസ് നടത്തുന്നത്. ഇതിലൂടെ മറ്റ് സർവീസുകൾ നടത്തുന്നത് KSRTC ബസ്സാണ്. പ്രധാനമായും ഈ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ വരേക്കാണ് കൂടുതലായ ആളുകൾ ഉള്ളത്. അവിടെ നിന്ന് വാൽപ്പാറ വരേക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ബസ്സിൽ ഉണ്ടാകാറുള്ളൂ. ഈ റൂട്ടിൽ ഈ പ്രിയദർശിനി ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതോടുകൂടി മറ്റ് യാത്രക്കാരും തന്നെ ഈ ബസ്സിൽ കയറാത്ത ഒരു സ്ഥിതിയുണ്ട്. ഈ ഒരു അവസരത്തിൽ ബസ് സർവീസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഡീസൽ അടിക്കാൻ പോലും പണം തികയുന്നില്ല എന്നുള്ളതാണ് ഈ ബസിന്റെ അതിലുള്ള വ്യക്തികൾ, അതായത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 2 സർവീസുകളും നിർത്തുന്നത്. ഇതോടുകൂടി ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസ് നിലയ്ക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, സമയമാറ്റമടക്കം മറ്റെന്തെങ്കിലും നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? KSRTC ബസിന്റെയോ സ്വകാര്യ ബസിന്റെയോ? രതീഷ്, നമുക്കറിയാവുന്ന പോലെ ഈ ഒരു റൂട്ടിൽ ചാലക്കുടി മുതൽ അതിരപ്പള്ളി വരെ മാത്രമാണ് കൂടുതലായും ആളുകൾ ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഈ വനപാതയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി ഭാഗത്തേക്ക് നിരവധി പ്രിയദർശിനി ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ സമയമാറ്റം ഒരു പ്രാവർത്തികമാക്കിയാലും അത് ഗുണകരമാകില്ല എന്നൊരു കണക്കുകൂട്ടലിലാണ് ഈ ബസിന്റെ ജീവനക്കാരും അതുപോലെ തന്നെ ഇത് നടത്തിപ്പുകാരും. ശരി, സ്വാഭാവികമായും സർക്കാർ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി എന്ന വിഷയം. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.